എഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹിറ്റ് ആൻഡ് റൺ കേസിൽ കസ്റ്റഡിയിലായ മലയാളി വനിതയ്ക്ക് 4 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ച് ചെസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി. കേസിനാസ്പദമായ സംഭവം നടന്നത് മാഞ്ചസ്റ്ററിനടുത്തുള്ള ഹാൻഡ്ഫോർത്തിൽ വിംസ്ലോ റോഡിൽ കഴിഞ്ഞ സെപ്റ്റംബർ 14 42-കാരിയായ മലയാളി ഓടിച്ചിരുന്ന കാർ 62-കാരിയായ എമ്മ സ്മോൾവുഡിനെ ഇടിച്ചു തെറിപ്പിച്ച് മീറ്ററുകളോളം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. വഴി യാത്രക്കാരാണ് കാർ നിർത്തി മിസ്സിസ് സ്മോൾവുഡിനെ പാരാമെഡിക്സ് എത്തുന്നതുവരെ പരിചരിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മിസ്സിസ് സ്മോൾവുഡ് 3 ദിവസങ്ങൾക്ക് ശേഷം മരണമടയുകയായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെയായിരുന്നു മലയാളി വനിത വണ്ടി ഓടിച്ചിരുന്നത്. UK-യിൽ ആഞ്ഞടിക്കാൻ പോകുന്ന കൊടുങ്കാറ്റ് ബെർട്ടിന് മുന്നോടിയായി UK-യിലുടനീളം തണുപ്പ് തുടരുന്നു. ഈ വാരാന്ത്യത്തിൽ ബെർട്ട് കൊടുങ്കാറ്റ് വീശുന്നതിന് മുമ്പ് UK-യിലുടനീളം കൂടുതൽ മരവിപ്പിക്കുന്ന താപനില പ്രതീക്ഷിക്കുന്നതായും ഇത് ഉയർന്ന കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും മെറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. സ്കോട്ട്ലൻഡിൽ വെള്ളിയാഴ്ച രാവിലെ താപനില -6°C ആയി കുറഞ്ഞു. UK-യുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇപ്പോഴും മഞ്ഞു സംബന്ധിച്ച കാലാവസ്ഥ മുന്നറിയിപ്പുകളുമുണ്ട്. ശനിയാഴ്ച ബെർട്ട് കൊടുങ്കാറ്റിന്റെ വരവോടെ താപനില വീണ്ടും കുറയുമെന്നും സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, നോർത്തേൺ വെയിൽസ്, വടക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ 65 മുതൽ 96 km/h വേഗതയിൽ കാറ്റ് വീശുമെന്നും പ്രതീക്ഷിക്കുന്നു. വാരാന്ത്യത്തിൽ ചില പ്രദേശങ്ങളിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നതായും മെറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് പരിസ്ഥിതി ഏജൻസി പറയുന്നു. തെക്ക് പടിഞ്ഞാറ് ഇംഗ്ലണ്ടിലും വെയിൽസിലും ഉടനീളം ശനിയാഴ്ച മുഴുവൻ 50 മുതൽ 75 mm മഴ വ്യാപകമായി പെയ്തേക്കാമെന്ന് കാലാവസ്ഥാ ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു. തണുത്ത കാലാവസ്ഥ ഇതിനകം തന്നെ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്കോട്ടിഷ് ഹൈലാൻഡ്സിലുടനീളമുള്ള 100-ലധികം സ്കൂളുകളും നോർത്തേൺ വെയിൽസിലെ 30 സ്കൂളുകളും വ്യാഴാഴ്ച അടച്ചു. അതേസമയം ഡവണിലും കോൺവാളിലും ഏകദേശം 200 സ്കൂളുകൾ മഞ്ഞുവീഴ്ചയെ തുടർന്ന് അടച്ചുപൂട്ടുകയോ ഭാഗികമായി അടയ്ക്കുകയോ ചെയ്തു. ജനുവരി മുതൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ ശരാശരി വാർഷിക ഊർജ്ജ ബിൽ 1738 പൗണ്ടായി ഉയരും. സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ ശരാശരി വാർഷിക ഊർജ്ജ ബിൽ ജനുവരി മുതൽ 1.2% വർദ്ധിച്ച് 1738 പൗണ്ടായി ഉയരും. സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റം തടയാൻ രൂപകൽപ്പന ചെയ്ത പുതുതായി പുറത്തിറക്കിയ റെസ്പെക്ട് ഓർഡറുകൾ ലംഘിക്കുന്നവർക്ക് 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കോടതികൾക്ക് പരിധിയില്ലാതെ പിഴ ചുമത്താനോ ശമ്പളമില്ലാതെ ജോലിക്ക് ഉത്തരവിടാനോ കഴിയും. ക്രമസമാധാനം നമ്മുടെ തെരുവുകളിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ലേബർ പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന് ഏറ്റവും മോശമായ പെരുമാറ്റത്തെ മുളയിലെ നുള്ളിക്കളയാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര ഓഫീസ് പറഞ്ഞു. UK-യിലെ വളരെയധികം അയൽപ്പക്കങ്ങൾ സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റത്താൽ പീഡിക്കപ്പെടുന്നുണ്ടെന്നും ഇരകളിൽ വിനാശകരമായ സ്വാധീനം ചെലുത്താൻ ഇത് ഇടയാക്കുന്നുണ്ടെന്നും ആഭ്യന്തര സെക്രട്ടറി വെയ്റ്റ് കൂപ്പർ പറഞ്ഞു. ഇത് തുടരാൻ അനുവദിക്കാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. UK ജയിലുകളിലേക്ക് മയക്കുമരുന്ന് പറത്താൻ സംഘങ്ങൾ വിദഗ്ധ ഡ്രോൺ പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യുന്നു. ആമസോൺ പ്രൈം രീതിയിൽ മയക്കുമരുന്ന്, ആയുധങ്ങൾ, തക്കാളി കെച്ചപ്പ് പോലുള്ള പലവ്യഞ്ജനങ്ങൾ എന്നിവ ജയിൽ സെല്ലുകളിലേക്ക് എത്തിക്കാൻ സംഘങ്ങൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഡ്രോൺ പൈലറ്റുമാരെ നോട്ടമിടുന്നു. സംഘടിത ക്രൈം ഗ്രൂപ്പുകൾ വളരെ ലാഭകരമായ ദൗത്യങ്ങൾക്കായി സ്പെഷ്യലിസ്റ്റ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റർമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും ചിലപ്പോൾ ഒരേ സമയം നിരവധി കിലോഗ്രാം നിരോധിത വസ്തുക്കൾ ജയിലിലേക്ക് പറപ്പിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഡ്രോണുകൾ വഴി തോക്കുകൾ പോലും ജയിലുകളിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഒരു പ്രമുഖ വാച്ച്ഡോഗ് ഗാർഡിയനോട് പറഞ്ഞു. വലിയ ആളിലെ വിമാനങ്ങളുടെ ഉപയോഗത്തിലെ കുതിച്ചുചാട്ടമാണ് തന്നെ 1-ാം നമ്പർ ആശങ്കയെന്നും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ തോക്കുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത വർദ്ധിച്ചതായി ജയിൽ HM ചീഫ് ഇൻസ്പെക്ടർ ചാർലി ടൈലർ പറഞ്ഞു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ ഡ്രോൺ സംഭവങ്ങളുടെ എണ്ണം 2020 മുതൽ 10 മടങ്ങായി വർദ്ധിച്ചതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ 1063 ഡ്രോൺ ഡെലിവറികളാണ് പോലീസ് പിടികൂടിയത്. പൊതുജനങ്ങൾക്ക് അപകടകരമാണെന്ന് കരുതുന്ന തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന HMP മാഞ്ചസ്റ്ററിൽ ഇൻസ്പെക്ടർമാർ നിരന്തരമായ ഡ്രോൺ ഉപയോഗം കണ്ടെത്തിയതിനെ തുടർന്ന് തന്റെ ആശങ്കകൾ വർദ്ധിച്ചതായി ടൈലർ പറഞ്ഞു. അനേകായിരം പൗണ്ട് വില മതിക്കുന്ന കൂടുതൽ സങ്കീർണമായ ഡ്രോണുകൾക്ക് 1 മീറ്റർ വീതിയും തെർമൽ ഇമേജിംഗ് സൗകര്യവുമുണ്ട്. കൂടാതെ ഇരുട്ടിന്റെ മറവിൽ 7 കിലോ വരെ അനധികൃത വസ്തുക്കൾ കൊണ്ടുപോകാൻ കഴിയും. ജനുവരിയിൽ കൊണ്ടുവന്ന നിയമപ്രകാരം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളുടെ 400 മീറ്ററിനുള്ളിൽ ഡ്രോണുകൾ പറത്തുന്നത് ക്രിമിനൽ കുറ്റമാക്കി. നിയമങ്ങൾ ലംഘിക്കുന്ന ഡ്രോൺ ഓപ്പറേറ്റർമാർക്ക് 2500 പൗണ്ട് വരെ പിഴയും അനധികൃത വസ്തുക്കൾ കടത്തുന്നവർക്ക് 10 വർഷം തടവ് വരെ ലഭിക്കും. കുടുംബത്തോടൊപ്പം ദുബായിൽ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോയപ്പോൾ 17 വയസ്സുള്ള ബ്രിട്ടീഷ് പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിന് 18-കാരനായ ബ്രിട്ടീഷുകാരന് 20 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു. വടക്കൻ ലണ്ടനിലെ ടോട്ടൻഹാമിൽ നിന്നുള്ള 18-കാരനായ മാർക്കസ് ഫക്കാനെയാണ് വിചാരണ തടവുകാരനായി UAE ജയിലിൽ ഇപ്പോൾ കഴിയുന്നത്. വീട്ടിൽ തിരിച്ചെത്തി ചിത്രങ്ങളും ചാറ്റുകളും കണ്ട പെൺകുട്ടിയുടെ അമ്മ ദുബായ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് ഫക്കാനയെ ഹോട്ടലിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ലണ്ടൻ എംബസിയോട് അഭിപ്രായം തേടിയിട്ടുണ്ട്. കോവിഡ് പാൻഡമിക് സമയത്ത് ഗൗണുകളും മറ്റും സംരക്ഷണ ഉപകരണങ്ങളും മണിക്കൂറുകളോളം NHSകളിൽ ഇല്ലായിരുന്നുവെന്ന് മുൻ ഹെൽത്ത് സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക് പറയുന്നു.
കോവിഡ് സമയത്തെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിലുണ്ടായ ആഘാതത്തെക്കുറിച്ച് മുൻ ആരോഗ്യ സെക്രട്ടറി കോവിഡ് അന്വേഷണ സംഘത്തോട് തെളിവ് നൽകുകയായിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് PPE കിറ്റിന്റെ ദേശീയ ക്ഷാമം ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ ചില സ്ഥലങ്ങളിൽ അവ തീർന്നുപോയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് പ്രതിസന്ധിയുടെ തുടക്കത്തിൽ ചില നഴ്സുമാർക്ക് ബിൻ ബാഗുകൾ ധരിക്കേണ്ടി വന്നുവെന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ NHS തെറ്റായതിന്റെ പാഠങ്ങൾ പഠിക്കേണ്ടതും ഭാവിയിൽ മികച്ച സ്റ്റോക്കുകൾ സ്ഥാപിക്കേണ്ടതും ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചില മെഡിക്കൽ സ്റ്റാഫുകൾ ഫലപ്രദമല്ലാത്ത PPE ധരിച്ചാണ് ജോലിക്ക് പോയതെന്ന് ഹാൻകോക്ക് സമ്മതിച്ചു. കാർ ബൂട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇന്ത്യൻ വനിത ഹർഷിത ബ്രല്ലയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവുകൾ അവർ കൊല്ലപ്പെട്ടതായി കരുതുന്ന രാത്രിയിലെ CCTV ചിത്രം പുറത്തുവിട്ടു. നോർത്താംപ്ടൺഷെയറിലെ കോർബിയിൽ നിന്നുള്ള ഹർഷിത ബ്രല്ലയുടെ മൃതദേഹം നവംബർ 14 കിഴക്കൻ ലണ്ടനിലെ ഇൽഫോർഡിൽ കണ്ടെത്തുകയായിരുന്നു. മിസ് ബ്രല്ലയുടെ ഭർത്താവ് കോർബിയയിലെ സ്റ്റട്ടൺ വാക്കിലെ 23-കാരനായ പങ്കജ് ലാംബയ്ക്ക് വേണ്ടി പോലീസ് അന്വേഷണം ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. നവംബർ 10 ഞായറാഴ്ച പട്ടണത്തിലെ ബോട്ടിംഗ് തടാകത്തിന് സമീപം ഈ ജോഡികൾ ഒരുമിച്ച് നടക്കുന്നത് ഒരു ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം കോട്ടിഹാം റോഡ് ഏരിയയിലുണ്ടായിരുന്ന ആരെങ്കിലും തങ്ങളെ ബന്ധപ്പെടാൻ പോലീസ് അഭ്യർത്ഥിച്ചു. മിസ് ബ്രെല്ല മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഗാർഹിക പീഡന സംരക്ഷണ ഉത്തരവിന് വിധേയയായിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കഴുത്തു ഞെരിച്ചാണ് കൊലപാതകം നടത്തിയെന്ന് തെളിഞ്ഞിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിൽ നടന്ന വിഷമദ്യ ദുരന്തത്തിൽ ഒരു ബ്രിട്ടീഷുകാരി മരിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ ലാവോസിലെ ബാക്ക് പാക്കിംഗ് ട്രിപ്പിനിടെ മെത്തനോൾ കലർന്ന വിഷമദ്യം കഴിച്ചതിനെ തുടർന്നാണ് കെന്റിലെ ഓർപ്പിംഗ്ടണിൽ നിന്നുള്ള 28-കാരിയായ സിമോൺ വൈറ്റ് മരണമടഞ്ഞത്. ഇവരെ കൂടാതെ ഒരു ഓസ്ട്രേലിയൻ കൗമാരക്കാരനും 2 ഡാനിഷ് സ്ത്രീകളും ഒരു അമേരിക്കൻ പുരുഷനും വിഷമദ്യബാധയെ തുടർന്ന് മരിച്ചിരുന്നു. ലാവോസിൽ മദ്യം കഴിക്കുമ്പോൾ മെത്തനോൾ വിഷബാധയെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയൻ അധികാരികൾ അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. UK-യിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം തങ്ങളുടെ പരിഗണനയിലെന്ന് മന്ത്രി വ്യക്തമാക്കി. നിരോധനം ഏർപ്പെടുത്തുന്നത് തങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളെ കുറയ്ക്കുമെന്നും ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് പോലെയുള്ള സൈറ്റുകളിലേക്കുള്ള ആക്സസ് നിയന്ത്രിക്കാനുള്ള ഓസ്ട്രേലിയൻ സ്റ്റൈൽ പദ്ധതികൾ പിന്തുടരാനുള്ള കാര്യങ്ങൾ പുനർവിചിന്തനം ചെയ്യണമെന്ന് കൗമാരക്കാർ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ഓൺലൈൻ ദ്രോഹങ്ങൾ തടയാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ബോധ്യപ്പെടുത്താൻ താൻ ശ്രമിക്കുകയാണെന്നും സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കെയിൽ പറഞ്ഞു. പുതിയ നിയമങ്ങൾ അടുത്ത വർഷം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നും അത് കനത്ത പിഴയും ഓൺലൈൻ സുരക്ഷിതത്വമുള്ള കേസുകളിൽ ജയിൽ ശിക്ഷ വരെ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. HSEയുടെ നിയമന നിരോധനം നിലനിന്നിരുന്ന 2024 ആദ്യ മാസങ്ങളിലും ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലെത്തിയത് 100 കണക്കിന് നഴ്സുമാരെന്ന് വെളിപ്പെടുത്തൽ. NMBI രജിസ്ട്രേഷനിൽ ഏറ്റവും മുന്നിൽ ഇന്ത്യൻ നഴ്സുമാരാണ്. 2024 3717 ഇന്ത്യൻ നഴ്സുമാരാണ് അയർലൻഡിൽ രജിസ്റ്റർ ചെയ്തതെന്ന് NMBA വെളിപ്പെടുത്തുന്നു. ഇതേ കാലയളവിൽ വെറും 1569 ഐറിഷ് നഴ്സുമാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വർഷം തോറും രജിസ്റ്റർ ചെയ്യുന്ന പുതിയ നഴ്സുമാരുടെയും മിഡ്വൈഫർമാരുടെയും എണ്ണത്തിൽ 14% വർധനവുണ്ടായെന്ന് റിപ്പോർട്ട് പറയുന്നു. അയർലൻഡിൽ 84,213 നഴ്സുമാരും മിഡ്വൈഫുമാരും നിലവിൽ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുന്നതായി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.